Hi students, നമ്മൾ ലാസ്റ്റ് കോർഡിനേഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കോർഡിനേഷൻ എന്താണ്, അതിന് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണുള്ളത്, അതിന് സിംഗിൾ ഒബ്ജക്റ്റീവ്സ് ആണോ അതോ അതിന് വേറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടോ, ഒറ്റ ഫംഗ്ഷനായിട്ടാണോ വർക്ക് ചെയ്യണത്, അതോ ബാക്കി ഫംഗ്ഷൻസുമായിട്ട് കോർഡിനേറ്റ് ചെയ്താണോ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോർഡിനേഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദ വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് എഫക്റ്റീവ് കോർഡിനേഷൻ. ഒരു കോർഡിനേഷൻ എഫക്റ്റീവ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്, സോ അല്ലെങ്കിൽ അത് എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്താലാണ് നമുക്ക് എഫക്റ്റീവ് കോർഡിനേഷൻ കൊണ്ടുവരാൻ പറ്റുക. ഓഫീസ് ദ ഫസ്റ്റ് വൺ ഇസ് വെൽ ഡിഫൈൻഡ് ഗോൾസ്. അതിലെ ആദ്യത്തെ ഒന്നാണ് വെൽ ഡിഫൈൻഡ് ഗോൾസ്. സോ ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഷുഡ് ബി ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ്. എവറി വൺ ഷുഡ് നോ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹിസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഇറ്റ്സ് അച്ചീവ്മെൻറ്റ്. യൂണിറ്റി ഓഫ് പർപ്പസ് വിൽ ബി അച്ചീവ് ത്രൂ പ്രോപ്പർ കോർഡിനേഷൻ. എല്ലാവരും എന്തിലേക്കാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ ആ ഓർഗനൈസേഷനിലെ എല്ലാവർക്കും വേണം. ഒൺലി ദെൻ ദേ വിൽ വർക്ക് കോർഡിനേറ്റ്ലി അല്ലേ. അവർ കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർസ് വെൽ ഡിഫൈൻഡ് ഗോൾസ്. നല്ല ഗോൾസ് ആയിരിക്കണം. നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗോൾസും ഒബ്ജക്റ്റീവ്സും ആയാൽ മാത്രമേ അതിനനുസരിച്ച് വർക്ക് ചെയ്യുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടെക്നിക് ടു ഹാവ് എൻ എഫക്റ്റീവ് കോർഡിനേഷൻ. സെക്കൻഡ് വൺ ഇസ് സിംപ്ലിഫൈഡ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ തന്നെ ഭയങ്കര കോംപ്ലക്സ് ആവരുത്. എല്ലാം സിംപ്ലിഫൈഡ് ആണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് വർക്കാണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ കട്ട് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിന് അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ദ വർക്ക് വിൽ ബി വെരി ഈസിയർ. അവർക്ക് വർക്ക് ചെയ്യാനും എന്തെല്ലാം വർക്കാണ് അവർ ചെയ്യേണ്ടതെന്ന് അറിയാം. സോ ആരിലേക്കാണ് നമുക്കൊരു വർക്കിനെ പറ്റിയിട്ടുള്ള റിസൾട്ട് അറിയണമെങ്കിൽ ആരിലേക്ക് എത്തണം എന്നതും ഓർഗനൈസേഷനിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുപോലെ സിമ്പിളായിട്ടായിരിക്കും. ഇപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഫുള്ളി മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത്, അതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഫുൾ ഫിനാൻസ് വർക്ക് ചെയ്യുന്നത്, HR ഡിപ്പാർട്ട്മെൻ്റ് ആണ് HR വർക്ക് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഇസ് ഇൻ സച്ച് എ വേ ദാറ്റ് എവറി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഡു ദെയർ വർക്ക് അലോൺ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിംപ്ലിഫൈഡ് ഓർഗനൈസേഷൻ. അതൊരു സിമ്പിൾ ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ വർക്കിംഗ് പ്രോപ്പറും ആയിരിക്കും. അതാണ് സെക്കൻഡ്ലി പറഞ്ഞിരിക്കുന്ന സിംപ്ലിഫൈഡ് ഓർഗനൈസേഷൻ. ദെൻ തേർഡ് വൺ ഇസ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. തേർഡ് പിന്നെ നമുക്ക് വേണ്ടതാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ഓർഗനൈസേഷനിലെ ഉള്ളിൽ ഒരു രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാവരുത്. എല്ലാ കാര്യങ്ങളും എല്ലാം അറിയുന്ന രീതിയിൽ എന്തൊക്കെയാണ് അറിയേണ്ടത് അതെല്ലാം പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ആയിരിക്കണം. ഇപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൽ പലതും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയേണ്ടി വരും. അതേപോലെ തന്നെ തിരിച്ചും വേണ്ടി വരും. ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുറവെല്ലാം HR ഡിപ്പാർട്ട്മെൻറ്റ് അറിയണ്ടേ. ഇപ്പോൾ അവിടെ ഒരു സ്റ്റാഫിൻ്റെ കുറവുണ്ട്, സോ HR ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ഓഫ് ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളൊന്നും ഉണ്ടാവരുത് ഇൻ ആൻ ഓർഗനൈസേഷൻ. ദെൻ ദ കോർഡിനേഷൻ വിൽ ബി മൂവ്. അപ്പോൾ അവർ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. HR ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ കാര്യങ്ങളും അറിയാം. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, എത്ര ഹയർ ഒഫീഷ്യൽസ് ഉണ്ട്, എത്ര ലോവർ ഒഫീഷ്യൽസ് ഉണ്ട്, എത്ര വർക്കേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ അവർക്ക് പ്രോപ്പർലി വേണ്ട ആൾക്കാരെ എത്തിച്ചു കൊടുക്കാനും റിക്രൂട്ട് ചെയ്യാനും എല്ലാം പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എഫക്റ്റീവ് കോർഡിനേഷൻ നടക്കുന്നുണ്ടെന്ന് നമുക്ക് ഓർഗനൈസേഷൻ പറയാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് വി വോണ്ട് ആൻ എഫക്റ്റീവ് ഓർ വെൽ ഡിഫൈൻഡ് ആൻഡ് എ ക്ലിയർ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വി വോണ്ട് സിംപ്ലിഫൈഡ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ഷുഡ് ബി സിമ്പിൾ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അവരുടേതായ ഡ്യൂട്ടീസ് ചെയ്ത് സിംപ്ലിഫൈഡ് ആയിരിക്കണം. ദെൻ തേർഡ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ദയർ ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദെൻ ഫോർത്ത് വൺ ഇസ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷനിൽ തമ്മിൽ ലീഡർഷിപ്പ് പ്രോപ്പർ ആയിരിക്കണം. സോ എഫക്റ്റീവ് ലീഡർഷിപ്പ് ഇസ് എസെൻഷ്യൽ ഫോർ ബെറ്റർ കോർഡിനേഷൻ. ഇപ്പം ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൽ ലീഡ് ചെയ്യുന്ന ഒരു HR മാനേജർ ഉണ്ടാവും. അതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ലീഡ് ചെയ്യുന്ന ഫിനാൻസ് മാനേജറും സിമിലർലി വിത്ത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ദീസ് ആർ ദ ലീഡേഴ്സ് ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ അല്ലേ. ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് നയിക്കുന്ന ആൾക്കാരാണ് ഈ 3 പേരും. അപ്പോൾ അവർ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ കോർഡിനേഷൻ കൊണ്ടുവരാനും പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ. എഫക്റ്റീവ് ലീഡർഷിപ്പ് ഓൾസോ റിക്വയർഡ് ഫോർ ദിസ് പ്രോപ്പർ കോർഡിനേഷൻ. നെക്സ്റ്റ് പ്രോപ്പർ സൂപ്പർവിഷൻ. അതുപോലെ വേണ്ട വേറൊന്നാണ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ മീൻസ് വി ആർ ഓവർസീയിങ് വാട്ട് ആർ സബോർഡിനേറ്റ്സ് ആർ ഡൂയിങ്. സബോർഡിനേറ്റ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓവർസീ ചെയ്യുക, അതെല്ലാം പ്രോപ്പറായിട്ടാണോ നടക്കുന്നതെന്ന് അറിയണം. ഇഫ് ഓൺലി സം അതോറിറ്റി ഈസ് ദെയർ ടു സൂപ്പർവൈസ് ദം ദേ വിൽ വർക്ക് പ്രോപ്പർലി അല്ലേ. നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തരെയും വാച്ച് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സും സ്റ്റാഫ് വർക്കും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ പ്രോപ്പർലി വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റീവ് സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും എഫക്റ്റീവ് കോർഡിനേഷനും ഉണ്ടാവുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കോഓപ്പറേഷൻ. അതേപോലെ വേറെ വേണ്ടതാണ് കോഓപ്പറേഷൻ. നമ്മൾ പറഞ്ഞു കോർഡിനേഷനും കോഓപ്പറേഷനും ഡിഫറെൻ്റ് ആണെങ്കിലും കോർപ്പറേഷൻ വിത്തൗട്ട് കോഓപ്പറേഷൻ ദർ ഇസ് നോ കോർഡിനേഷൻ. കോർഡിനേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരു മ്യൂച്വൽ ഹെൽപ്പും കൂടെ വേണം പല ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ. അങ്ങനെയുള്ള മ്യൂച്വൽ ഹെൽപ്പ്, വോളണ്ടറി ഹെൽപ്പിനെയാണ് നമ്മൾ കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ കോഓപ്പറേഷൻ ഇസ് അനദർ എസെൻഷ്യൽ റിക്വയർഡ് ഫോർ എൻ എഫക്റ്റീവ് കോർഡിനേഷൻ. സോ ദീസ് ആർ ദ മേജർ points or the major techniques to have an effective coordination within the organization. What are they?
well-defined goals, simplified organization, proper communication, effective leadership, proper supervision and cooperation. Okay, so these are the techniques. Next, we want to study what is the process of coordination. Coordination process എങ്ങനെയാണ്, എന്തിൽ സ്റ്റാർട്ട് ചെയ്യണം, എന്തിൽ എൻഡ് ചെയ്യണം, that is. ഓക്കെ, സോ ദ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നതാണ് പ്ലാനിങ്. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തെല്ലാം പ്രോസസ്സിലൂടെ നമുക്ക് കോർഡിനേഷനിലേക്ക് എത്താം. ടെക്നിക്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ എന്തെല്ലാം പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കോർഡിനേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഏതെല്ലാം പ്രോസസ്സ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ഫങ്ഷൻസിൻ്റെയും, നമ്മുടെ ഓർഗനൈസേഷൻ എന്തെല്ലാം ഫങ്ഷൻസ് ഉണ്ടോ, മാനേജ്മെൻറ്റിൻ്റെ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടോ അതിനുള്ളിലൊക്കെ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിൽ തന്നെ ഫങ്ഷൻസ് തന്നെയാണ് ഇവിടെ പ്രോസസ്സായിട്ട് വന്നിരിക്കുന്നത്. ത്രൂ പ്ലാനിങ്, ത്രൂ ഓർഗനൈസിങ്, ത്രൂ ഡയറക്റ്റിംഗ്, ത്രൂ കൺട്രോളിങ്, ത്രൂ സ്റ്റാഫിങ് ആൻഡ് ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അപ്പം സ്റ്റാഫിങ് വരെയുള്ളത് ഫങ്ഷൻസ് അല്ലേ, POSDCCയിൽ തന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എക്സെട്ര. ആൻഡ് ഓൾസോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഒരു എക്സ്ട്രാ സാധനം വന്നിരിക്കുന്ന പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അപ്പോൾ ഇതെല്ലാമാണ് പ്രോസസ്സ് ഓഫ് കോർഡിനേഷനിലെ എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ്, ഈ പ്രോസസ്സിലൂടെയൊക്കെയാണ് നമുക്ക് കോർഡിനേഷൻ എത്തിക്കാൻ പറ്റുക. അപ്പോൾ ആദ്യത്തെ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മാനേജ്മെൻറ്റ് എലമെൻ്ററി സ്റ്റേജാണ്. ഏറ്റവും സ്റ്റാർട്ടിങ് ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാനിങ്ങിലൂടെ ആയിരിക്കും. അത് നമുക്കൊരു പ്ലാൻ വേണം, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു പ്ലാൻ വേണം. ആ പ്ലാനിനനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം കൊണ്ടുവരും. അപ്പോൾ പ്ലാൻ എങ്ങനെയാണോ, എന്ത് കാര്യം ആദ്യം ചെയ്യണം, എന്താണ് സെക്കൻഡ് ചെയ്യേണ്ടത്, എന്താണ് ലാസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഫുൾ പ്ലാൻസ് സെറ്റാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫങ്ഷൻസ് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനനുസരിച്ചുള്ള പോളിസീസ്, പ്രൊസീജിയേഴ്സ് എല്ലാം അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ഇഫ് എ പ്രൊഡക്ഷൻ മാനേജർ ഇസ് ടു പ്ലാൻ ഫോർ ഹിസ് ഡെവലപ്മെൻറ്റ്, ദെൻ ഇറ്റ് വിൽ ബി ബെറ്റർ ടു കൺസൾട്ട് ദ പർച്ചേസ് മാനേജർ, പേഴ്സണൽ മാനേജർ, ഫിനാൻസ് മാനേജർ, സെയിൽസ് മാനേജർ ഓൾസോ. അപ്പം ഒരു പ്രൊഡക്ഷൻ മാനേജറിന് തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ അയാൾ എല്ലാ മാനേജേഴ്സുമായിട്ടൊരു കോർഡിനേഷൻ വേണ്ടി വരും. എന്നാൽ മാത്രമേ ആ പ്ലാൻ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ പ്ലാനിനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ത്രൂ പ്ലാനിങ്. എങ്ങനെയാണ് പ്ലാനിങ്ങിലൂടെ നമ്മൾ കോർഡിനേഷൻ കൊണ്ടുവരാമെന്ന്. സോ കോർഡിനേഷൻ ക്യാൻ certainly be achieved by planning stage. According to Mary Follett, planning stage is the ideal time to bring about the coordination, and they must see to it that various plans are properly interrelated. പ്ലാൻസ് എല്ലാം ഇൻ്റർ ആണെന്നെല്ലാം കാണിക്കുന്നത് ഈ കോർഡിനേഷനിലൂടെ ആയിരിക്കും. സെക്കൻഡ് വൺ ആണ് ത്രൂ ഓർഗനൈസേഷനിലൂടെ എങ്ങനെ നമുക്ക് പ്ലാനിങ്ങിലേക്ക് എത്താം, കോർഡിനേഷനിലേക്ക് എത്താം. സോ കോർഡിനേഷൻ ഇസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ആൻ ഓർഗനൈസേഷൻ. Mooney consider coordination as the very essence of organization. When a manager groups and assigns various activity to the subordinates, the thought of coordination will be the uppermost in his mind. അപ്പോൾ പല ആക്ടിവിറ്റീസ് നമ്മൾ ഓർഗനൈസേഷനിലെ നമ്മുടെ സബോർഡിനേറ്റ്സിലേക്ക് കൊടുക്കുക. നമ്മൾ മാനേജേഴ്സാണ്. സോ വി വിൽ ബി അലോട്ടിങ് അവർ ഡ്യൂട്ടീസ് ആൻഡ് വർക്ക്സ് ടു ദ സബോർഡിനേറ്റ്സ് ലൈക്ക് ദ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സിലേക്കായിരിക്കും നമ്മുടെ ഡ്യൂട്ടീസ് എല്ലാം അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ അസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഉദ്ദേശം എന്തായിരിക്കും, എല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നതായിരിക്കും നമ്മളുടെ പ്ലാൻ. സോ ത്രൂ ഓർഗനൈസിങ് ഹൂ ആർ ദ പേഴ്സൺ ടു ബി ഇൻവോൾവ് ഇൻ ദിസ് പ്രൊജക്റ്റ്. ഇപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ പ്രൊജക്റ്റിന് ഏതൊക്കെ ആൾക്കാരെ വേണം എന്നുള്ളത് നമ്മൾ ഓർഗനൈസ് ചെയ്യും. As a manager, we will organize who are the persons to be required to run the project. So we will allot them to the project, and we will feel that through the coordination they will achieve these objectives. അപ്പോൾ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസിലേക്ക് എങ്ങനെയാണ് അവർ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് അവിടെ ഡിപ്പെൻഡൻ്റ് ആവും. അതാണ് ത്രൂ ഓർഗനൈസേഷൻ ഹൗ ക്യാൻ വി റീച്ച് കോർഡിനേഷൻ. തേർഡ് വൺ ഇസ് ത്രൂ ഡയറക്റ്റിംഗ്. മൂന്നാമത്തെ ഒരു പ്രോസസ്സ് ഓഫ് കോർഡിനേഷനാണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മാനേജർ നമ്മുടെ സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യും. ആൻഡ് ഹി വിൽ ബി കോർഡിനേറ്റിംഗ് ദ വർക്ക്. സബോർഡിനേറ്റ് ഡയറക്റ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആരായിരിക്കും, മാനേജറായിരിക്കും. അപ്പം നമുക്ക് ഡയറക്ഷനിലൂടെയും കോർഡിനേഷൻ കൊണ്ടുവരാം. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, എന്ത് കാര്യം ഏത് സമയത്ത് എങ്ങനെ ചെയ്യണം എന്നത് ഒരു പറഞ്ഞു കൊടുക്കുന്നത്, സബോർഡിനേറ്റിലേക്ക് അറിയിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, അവരത് കേൾക്കണം, അതിനനുസരിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സബോർഡിനേറ്റും മാനേജറും തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാവും. ഇഫ് ദർ ഇസ് നോ കോർഡിനേഷൻ ബിറ്റ്വീൻ ദ മാനേജർ ആൻഡ് ദ സബോർഡിനേറ്റ് വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ മാനേജർ സേസ് ഓർ ഡസ് നോട്ട് ടേക്ക് എനി കെയർ. അല്ലെങ്കിൽ സബോർഡിനേറ്റ് ഒട്ടും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കാതെ വരും. അപ്പോൾ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോർഡിനേഷൻ പ്രോപ്പർ ആക്കുന്നത് പ്രോപ്പർ ഡയറക്ഷനിലൂടെയാണ്.
നല്ല ഡയറക്ഷൻ, നല്ല രീതിയിലുള്ള ഡയറക്ഷനാണ് നമുക്ക് നമ്മുടെ മാനേജർ തരുന്നതെങ്കിൽ ഈ കാര്യം ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന രീതിയിലൊക്കെയാണ് നമുക്ക് ഡയറക്ഷൻസ് തരുന്നതെങ്കിൽ ത്രൂ ദാറ്റ് വി വിൽ ഹാവ് മോർ കോർഡിനേഷൻ വിത്ത് ദ മാനേജർ. So that is through directing. Next one, through controlling process. കൺട്രോളിങ്ങിലൂടെ നമുക്ക് കോർഡിനേഷൻ കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ സബോർഡിനേറ്റ്സ് നമ്മൾ കുറേ വർക്കൊക്കെ അലോട്ട് ചെയ്ത് കൊടുത്തു, സബോർഡിനേറ്റ്സ് അവർക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് കാണും. പക്ഷേ ചിലപ്പോൾ അത് മാനേജർ പ്രതീക്ഷിച്ച പോലെ ആവണമെന്നില്ല. മാനേജർ ഒരു വർക്ക് ചെയ്ത് തീർക്കുമ്പോൾ അതിനെ എത്രയും പ്രിസൈസായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നതായിരിക്കും ഒരു മാനേജർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സബോർഡിനേറ്റ് ചിലപ്പോൾ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ഹി മേ നോട്ട് നോ വോട്ട് ടു ഡു ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. സോ ആ സമയത്ത് സബോർഡിനേറ്റ് ചെയ്യുന്ന പല വർക്കും ചിലപ്പോൾ തെറ്റ് പറ്റാം. സോ what the manager will do, he will correct the subordinate, he will give the directions or he will have a control over the activities of the subordinate ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വീക്ഷിക്കാൻ നോക്കും, അതെല്ലാം ശ്രദ്ധിച്ച് അതിലെന്താ തെറ്റുള്ളതെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനാണ് ഒരു കൺട്രോളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് എങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് മാനേജർ പ്രതീക്ഷിക്കുന്നോ എങ്ങനെയാണ് നമ്മുടെ സബോർഡിനേറ്റ് ചെയ്യുന്നത്, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഏത് രീതിയാണ് ബെസ്റ്റ്, അപ്പോൾ അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ കൺട്രോളിങ് പ്രോസസ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്ത് കൺട്രോൾ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ സബോർഡിനേറ്റ് വിൽ ചേഞ്ച്. സബോർഡിനേറ്റ് മാനേജറിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള വർക്ക് ആയിരിക്കും പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കോർഡിനേഷൻ കൊണ്ടുവരാം ബിറ്റ്വീൻ എ മാനേജർ ആൻഡ് എ സബോർഡിനേറ്റ്. ദെൻ ത്രൂ സ്റ്റാഫിങ്, അതേപോലെ സ്റ്റാഫിങ്ങിലൂടെ, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് പേഴ്സണെ നമ്മൾ റൈറ്റ് ജോബിലേക്ക് അസൈൻ ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ സെലക്ട് ചെയ്ത് റിക്രൂട്ട് ചെയ്തതിന് ബെസ്റ്റ് പേഴ്സൺസിനെ ബെസ്റ്റ് പൊസിഷനിലേക്ക് സെലക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് സ്റ്റാഫിംഗ് എന്ന് പറയാം. അങ്ങനെ ചെയ്യുമ്പോഴും ഒരു കോർഡിനേഷനാണ് നടക്കുന്നത്. നമ്മളുടെ ഇപ്പം ഞാൻ റഷ്യ മാനേജർ ആണെങ്കിൽ ഞാനായിരിക്കും പല ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ സ്റ്റാഫ് ചെയ്യുന്നത്. സോ ഐ വിൽ ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് വിത്ത് ദോസ് മെമ്പേഴ്സ്. ആ ആൾക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്ത ഞാനാണ്. അപ്പോൾ അതിലൂടെ ഐ വിൽ ബിൽഡ് എ റിലേഷൻഷിപ്പ് വിത്ത് ദാം. ഒരു കോർഡിനേഷൻ ഉണ്ടാകും. അങ്ങനെ ഞാൻ പറയുന്ന വർക്ക്സിനൊക്കെ അവർ കുറച്ചെല്ലാം വിലയൊക്കെ കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു കോർഡിനേഷൻ നമുക്ക് സ്റ്റാഫിങ്ങിലൂടെയും കൊണ്ടുവരാൻ പറ്റും. So the staffing function can also help in proper coordination. While staffing, the manager should keep in mind the nature of the jobs and the type of person required for managing them. സ്റ്റാഫിങ്ങിൽ ഒറ്റ കാര്യം മാനേജർ ചിന്തിച്ചാൽ മതി, നമുക്ക് ഏത് ജോലിയാണോ ചെയ്യേണ്ടത് ആ ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ തന്നെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. മാച്ച് ചെയ്യുന്നുണ്ടോ, ജോബ് പ്രൊഫൈലും അവരുടെ സ്വന്തമായിട്ട് ഇൻഡിവിജ്വൽ പ്രൊഫൈലും മാച്ചിങ് ആണോ എന്നത് മാത്രം ഒരു മാനേജർ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും. ആൻഡ് ലാസ്റ്റ്, ത്രൂ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഓർഗനൈസേഷൻ്റെ കോർഡിനേഷനും കൺട്രോളിങ്ങിനും പ്ലാനിങ്ങിലും ഒക്കെ ഏത് ഫംഗ്ഷൻസിലാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രോപ്പർ അല്ല എങ്കിൽ ഒരിക്കലും കോർഡിനേഷനോ കൺട്രോളിങ്ങോ പ്ലാനിങ്ങോ ഒന്നും എഫക്റ്റീവ് ആവില്ല. ഇൻ ടോട്ടൽ മാനേജ്മെൻറ്റ് വിൽ നോട്ട് ബി പ്രോപ്പർ ഇഫ് ദർ ഇസ് നോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അപ്പം കമ്മ്യൂണിക്കേഷൻ ഒരു വേ ആണ് കോർഡിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മാനേജേഴ്സിനെ, നമ്മളുടെ പ്രൊഡക്ഷൻ മാനേജറിനെ കൊണ്ട് ചെയ്ത് കിട്ടേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് ദ പ്രൊഡക്ഷൻ മാനേജർ ഡസൻ കം ടു നോ അബൌട്ട് ദ ഫാക്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ മാനേജർ എന്താ ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് അറിയില്ലെങ്കിൽ ദ വർക്ക് വിൽ നോട്ട് ബി കംപ്ലീറ്റ്. അല്ലെങ്കിൽ വർക്ക് എങ്ങനെയാണോ ഒരു സിഇഒയ്ക്ക് വേണ്ട അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും പ്രോപ്പർലി നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ദ സിഇഒ ഓർ ദ എം ഡി ക്യാൻ ഗീവ് പ്രോപ്പർ ഡയറക്ഷൻ, കറക്റ്റ് ഡയറക്ഷൻ ടു ദ പ്രൊഡക്ഷൻ മാനേജർ ഹൗ ടു വർക്ക്, ഹൗ ടു ഗീവ് ദ റിസൾട്ട്സ്. സോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾസോ എസെൻഷ്യൽ ഫോർ എ കോർഡിനേഷൻ. അപ്പോൾ കോർഡിനേഷൻ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ, ദ എവറിത്തിങ് ആർ ജസ്റ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഫങ്ഷൻ തന്നെയാണ് ഇവിടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ്റെ മേജർ പ്രോസസ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആദ്യം പറഞ്ഞതെല്ലാം നമ്മളെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്. Then last, this controlling, and last the communication. So with this, the process of coordination will be complete. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് what are the major techniques of effective coordination. നമുക്ക് പ്രോപ്പർ കോർഡിനേഷൻ, എഫക്റ്റീവ് കോർഡിനേഷൻ കൊണ്ടുവരണമെങ്കിൽ എന്തെല്ലാം ടെക്നിക്സ് വേണം? നല്ല ഗോൾസ് ആയിരിക്കണം, അത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, സിംപ്ലിഫൈഡ് ഓർഗനൈസേഷൻ ആയിരിക്കണം, സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം, ലീഡർഷിപ്പും കോഓപ്പറേഷനും ഉണ്ടായിരിക്കാം. അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ദ പ്രോസസ് വർ ഡിസ്കസ്. ദ ഡിഫറെൻറ്റ് managerial functions are the process of coordination, like planning, controlling, staffing, directing and communication. Okay, so the last one is what is the limitation of coordination. അപ്പോൾ നമ്മൾ കോർഡിനേഷൻ നല്ലതാണ്, കോർഡിനേഷൻ ചെയ്തുകൊണ്ട് എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് റിസൾട്ട്സ് എല്ലാം കിട്ടും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഈ കോർഡിനേഷന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, കുറേ പ്രശ്നങ്ങളുണ്ട്.
അതാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. കോർഡിനേഷൻ നമുക്ക് ചിലപ്പോൾ ഓർഗനൈസേഷൻ കൊണ്ടുവരാൻ പറ്റില്ല. അതൊക്കെ എന്തുകൊണ്ട്? വാട്ട് ആർ ദ ലിമിറ്റേഷൻ സ്പേസ്? ഫസ്റ്റ് വൺ ഇസ് ലാക്ക് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി. അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് ടീം പ്രോപ്പർ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കോർഡിനേഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. That is, coordination has to be achieved at the administrative level. Lack of administrative capacity in the top officers and managers of the organization or the enterprise become a problem in establishing coordination. ഇപ്പോൾ പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കും? അഡ്മിനിസ്ട്രേഷൻ അത്രയും പക്കയായിരിക്കണം. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ലൈക്ക് ദ ടോപ്പ് ഒഫീഷ്യൽസ് എല്ലാം ഓപ്പൺ ആയിരിക്കണം. അവരെല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പ്രോപ്പറായിട്ട്. ബാക്കി എല്ലാവരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. അപ്പോൾ ആ അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ എന്തെങ്കിലും തെറ്റുണ്ട്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് പോകുന്നില്ലെങ്കിൽ ദർ വിൽ ബി നോ പ്രോപ്പർ കോർഡിനേഷൻ. സെക്കൻഡ് വൺ ഇസ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ദ മാനേജറൽ ക്വാളിറ്റീസ്. അതേപോലെ ഒന്നാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ മാനേജറൽ ക്വാളിറ്റീസ്. ലൈക്ക് മാനേജേഴ്സ് ഡിഫർ ഇൻ ദ തിങ്കിങ് ആൻഡ് ക്വാളിറ്റീസ്. മാനേജേഴ്സ് പലവരും പല രീതിയിലായിരിക്കും. ഇപ്പം ഞാനൊരു മാനേജറാണെങ്കിൽ എൻ്റെ ഒരു ബിഹേവിയർ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കില്ല വേറൊരു മാനേജറിനുള്ളത്. പലവരും പല ക്യാരക്ടേഴ്സ് ആയിരിക്കും. HR മാനേജേഴ്സ്, എല്ലാ HR മാനേജേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, കൂളായിരിക്കും. ചിലവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ക്വാളിറ്റീസ് ഉള്ള മാനേജേഴ്സ് ആയിരിക്കും നമുക്കുള്ളത്. അപ്പോൾ ആ മാനേജേഴ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് എല്ലാവരും നിൽക്കണമെന്നില്ല. ചിലവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം ചില ഓർഗനൈസേഷനിലൊക്കെ എംപ്ലോയീസിന് ഭയങ്കര ടേൺ ഓവർ ഉണ്ടാവും. പക്ഷേ എംപ്ലോയീസൊക്കെ നിർത്തി പോകുന്നുണ്ടാവും. അപ്പം നമ്മളൊരു റിസൾട്ട് ഒരു സ്റ്റഡി നടത്തുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കും ആ മാനേജറിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മാനേജറിൻ്റെ സ്വഭാവത്തിനോട് മാച്ചായി പോകാത്തതുകൊണ്ടായിരിക്കാം കുറേ ഓഫീസേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ചില മാനേജേഴ്സിൻ്റെ കീഴെ വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പം അങ്ങനെ മാനേജേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ തിങ്കിങ് സ്റ്റൈലും അവരുടെ ക്യാരക്ടർ ബിഹേവിയറൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടും കോർഡിനേഷൻ മാറും. ചിലരോട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും ചില മാനേജേഴ്സിനോട്. ബട്ട് some other manager we may find some difficulty in coordinating. Okay, so that is the diversification in the managerial qualities. Managerial qualities are diversified. And third one is uncertainties of ഫ്യൂച്ചറിൻ്റെ അൺസർട്ടനിറ്റി. പക്ഷേ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ കോർഡിനേഷനിൽ എഫക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ അൺസർട്ടനിറ്റീസ് ഓഫ് ഫ്യൂച്ചർ പോസ് എ സീരിയസ് ത്രെറ്റ് ടു ദ എഫക്റ്റീവ് കോർഡിനേഷൻ. നാച്ചുറൽ ഫിനോമിനാസ് ലൈക്ക് ദ റെയിൻസ്, ഫ്ലഡ്, drought, earthquake, etc. and abnormal changes in the human behavior in individuals and groups in the organization are the examples of uncertain future. Uncertain future എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ ആൾക്കാരുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവാം. ഇതെല്ലാം കൊണ്ട് ചിലപ്പോൾ കോർഡിനേഷൻ ഡിഫറെൻ്റ് ആവും. ചിലപ്പോൾ മാനേജേഴ്സ് നല്ല കൂളായിരുന്ന മാനേജേഴ്സൊക്കെ പെട്ടെന്ന് അവരുടെ ക്യാരക്ടേഴ്സിന് മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം മാനേജറൽ ആക്ടിവിറ്റീസിനെ. അപ്പോൾ അങ്ങനെ ഓരോ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചേഞ്ചസ് വരുമ്പോൾ ഒരു കോർഡിനേഷന് ലിമിറ്റേഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ദ വേരിയേഷൻ ഇൻ ദ മാനേജറൽ ഫങ്ഷൻസ്. അതേപോലെ ഒന്നാണ് വേരിയേഷൻസ്. മാനേജറൽ ഫങ്ഷൻസ് എപ്പോഴും ഒരുപോലെ നിൽക്കാൻ പറ്റത്തില്ല ചില മാനേജേഴ്സിന്. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ മോസ്റ്റ് ടൈമിലും അവർ ഭയങ്കര റൂഡായിരിക്കും. ടാർഗറ്റ് മീറ്റ് ചെയ്യാത്തവരുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെയൊക്കെ ഫയറിംഗ് ആയിരിക്കും ഒരു മാർക്കറ്റിംഗ് മാനേജർ മാക്സിമം ടൈം ചെയ്യുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ അവർ ഭയങ്കര കൂളായിട്ട് ഒരു ബെസ്റ്റ് പെർഫോമിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ എക്സിക്യൂട്ടീവ്സും നല്ല സെയിൽസ് കൊണ്ടുവരികയാണെങ്കിൽ ദേ വിൽ ബി സോ ഹാപ്പി. ബട്ട് ഇഫ് ദ സെയിൽസ് റെഡ്യൂസ് ദെൻ ഡിക്രീസസ് ദേ വിൽ ബി നോട്ട് സോ ഹാപ്പി. അവർ ഭയങ്കര ദേഷ്യമായിരിക്കും, അവരുടെ റെസ്പോൺസൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോർഡിനേഷൻ വ്യത്യാസം ഉണ്ടാവും. കോർഡിനേറ്റ് ചെയ്യാതിരിക്കും ചില എംപ്ലോയീസ്, അവർ പറയുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് സമയത്ത് ചെയ്യാതെ വരും. അതെല്ലാം ഇതേപോലുള്ള വേരിയേഷൻസ് മാനേജർ ഫങ്ഷൻസിൻ്റെ വേരിയേഷൻസും കൊണ്ടും സംഭവിക്കാം. ദെൻ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ചിലപ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൊന്നും നമ്മുടെ ഓർഗനൈസേഷൻ ഇല്ല. നമ്മളിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മാനേജേഴ്സും CEO ഒക്കെ. പക്ഷേ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമ്മൾ ഓരോ എംപ്ലോയീസിന് ഇല്ലെങ്കിൽ വി കനോട്ട് ബ്രിങ് ദാറ്റ് ചേഞ്ചസ്. അവർ പ്രതീക്ഷിക്കുന്നത്രോളം നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോഴും നമ്മൾ കോർഡിനേഷൻ കുറയ്ക്കും. ബിക്കോസ് ഓൺ കോർഡിനേറ്റിംഗ് ദർ ഇസ് നോ റിസൾട്ട്സ് എന്നൊരു ചിന്ത നമ്മളുടെ ഉള്ളിൽ, ദാറ്റ് ഇസ് എംപ്ലോയീസിൻ്റെ ഉള്ളിൽ വന്നാലും കോർഡിനേഷനെ എഫക്റ്റ് ആവും. അതേപോലെ ലാക്ക് ഓഫ് പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് ഐഡിയാസ്. നമ്മളുടെ ഐഡിയ ജനറേഷൻ പ്രോപ്പർ അല്ല. ഐഡിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് എല്ലാം വെച്ച് നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യും. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു മാനേജർ അവരുടെ സബോർഡിനേറ്റ്സിനൊക്കെ ഒരുമിച്ചിരുത്തിയിട്ട്
അവരിൽ നിന്ന് ഐഡിയാസ് ഒരു സിറ്റുവേഷൻ ഇട്ട് കൊടുത്ത് അവരിൽ നിന്നും അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡെസിഷൻ, അങ്ങനെ നമ്മളുടെ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് എന്ന് പറയും, നമ്മളിങ്ങനെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെഷൻസിലൂടെയാണ് എപ്പോഴും ഒരു മാനേജറിന് ഐഡിയ ക്രിയേഷൻ ആവുന്നത്. അവർ പറഞ്ഞ ഐഡിയാസ് എടുക്കണമെന്നില്ല ഒരു മാനേജറിന്, പക്ഷേ ഇൻ ദാറ്റ് സെൻസ് ദേ ഗെറ്റ് മോർ ഐഡിയാസ്. കുറേ ബ്രെയിൻസ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ഐഡിയാസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു മാനേജ്മെൻറ്റ് ഏരിയാസ് ആണെങ്കിൽ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് നടത്തുന്നില്ല, എംപ്ലോയീസിനൊട്ടും നമ്മുടെ വർക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത അവസ്ഥ. ഇപ്പോൾ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പക്ഷേ വർക്കേഴ്സിനെയും അവരെ എഫക്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സോ അവരിലോടും തീരുമാനങ്ങളൊക്കെ ചോദിക്കണം. അപ്പം അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നതെങ്കിൽ ദേ വിൽ ബി ഹാപ്പി, ഓർ ദേ വിൽ ഫീൽ ദാറ്റ് ദേ ആർ ഇൻ എ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർ ദേ ആർ എ പാർട്ട് ഓഫ് എ ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ടൊരു ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മളുടേതാണ് എന്നൊരു ചിന്ത ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഐഡിയ ജനറേഷൻസിനൊന്നും അങ്ങനെ ഒട്ടും ഇൻവോൾവ് ചെയ്യാത്തൊരു മാനേജ്മെൻറ്റിനോട് കോർഡിനേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ ദീസ് ആർ ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് കോർഡിനേഷൻ. വാട്ട് ആർ ദേ? Lack of administrative capacity, that is the administration doesn't have the capacity to coordinate the people. Then diversification in the managerial qualities, managers will be different in nature, പലരുടെ സ്വഭാവങ്ങൾ വ്യത്യാസമായിരിക്കാം. Then uncertainty in the future, variation in the managerial functions, the lack of infrastructural facilities, നമുക്ക് വേണ്ടത്ര ഫെസിലിറ്റീസ് നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനില്ല. ഇൻ ദാറ്റ് കേസ് ഓൾസോ വി വിൽ ബി ലെസ് കോർഡിനേറ്റിംഗ് വിത്ത് ദ മാനേജ്മെൻറ്റ്. ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് ഐഡിയാസ്, നമ്മുടെ ഐഡിയ ജനറേഷൻ കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല ബിസിനസ്സിലെങ്കിൽ, അല്ലെങ്കിൽ മാനേജർ ഡിസിഷനിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ സംടൈംസ് അവർ കോർഡിനേഷൻ വെൽ റെഡ്യൂസ്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കോർഡിനേഷൻ. നമ്മൾ 2 ക്ലാസ്സായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോർഡിനേഷൻ എന്ന കൺസെപ്റ്റാണ്. നമ്മളുടെ നോർമൽ മാനേജറൽ ഫങ്ഷൻസ് പോലെ ഉള്ള ഒരു ഫംഗ്ഷനാണ് കോർഡിനേഷൻ പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ഫംഗ്ഷൻ. ഒറ്റയ്ക്കൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് കോർഡിനേഷനെ പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. വേറെ ഒരു ഫംഗ്ഷനായിട്ട് പറയാൻ പറ്റത്തില്ല. എല്ലാ ഫംഗ്ഷൻസിൻ്റെയും ഒരു പ്ലാനിങ്ങിൻ്റെയും ഓർഗനൈസിങ്ങിൻ്റെയും സ്റ്റാഫിങ്ങിൻ്റെയും ഡയറക്റ്റിൻ്റെ ഇടയിലൊക്കെ ആവശ്യം വരുന്ന ഒരു ഫംഗ്ഷനാണ് ദിസ് കോർഡിനേഷൻ. ആൻഡ് ഇറ്റ് ഡസൻ ഹാവ് എൻ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഓർഗനൈസേഷൻ. എല്ലാ ഫങ്ഷൻസിൻ്റെ ഇടയിൽ ഇതുണ്ടെങ്കിൽ മാത്രമായിരിക്കും പ്രോപ്പർ ആവുക, അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തെല്ലാം ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് കോർഡിനേഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ അതേപോലെ വാട്ട് ആർ ദ പ്രോസസ് ഓഫ് കോർഡിനേഷൻ, പല പല ഫങ്ഷൻസിലൂടെ നമ്മൾ എങ്ങനെ കോർഡിനേഷനിലേക്ക് എത്തുന്നു, ആൻഡ് ഓൾസോ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കോർഡിനേഷൻ. ദീസ് വർ ഡിസ്കസ് for today's class. Okay, so ഇതിൽ നിങ്ങൾ ഫുൾ ലെക്ചർ കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, and I can clear the doubts if you have some. Okay, so that's all for the day. Thank you.